ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫയലിൽ നിന്നും അല്ലെങ്കിൽ യൂസറിൽ നിന്നും നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യാണ്. ആ റീഡ് ചെയ്തതിനെ നമ്മൾ ടോക്കണൈസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഈ ടോക്കണൈസ് എന്നൊക്കെയുള്ള കാര്യം നമ്മളൊന്ന് അറിയണം. അപ്പോൾ ഈ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? ഒരു റീഡ് എ ലൈൻ ഓഫ് ഇൻറ്റിജർ, ഒരു ലൈൻ ഇൻറ്റിജേഴ്സ് അതായത് സ്പേസ് സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ റീഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ റീഡ് ചെയ്യേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് 10, 20, 30, 40 എന്ന് പറഞ്ഞ് ഞാൻ റീഡ് ചെയ്യുക, 50 എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുക. ഇതിൻ്റെ സം കണ്ടുപിടിക്കുക. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ ഇവിടെ എന്തും കൂടെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിംഗ് ടോക്കണൈസർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയണം. എന്താണ് ഈ ടോക്കണൈസേഷൻ? Tokenization is the process of splitting sentence into words. അതായത് നോർമൽ യൂസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. സേ ഐ ലവ് മൈ കൺട്രി. ഐ ലവ് മൈ കൺട്രി ഇതെന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യും? ഞാൻ ഇതിനെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? ഒരു സ്പേസ് വച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഐ എന്ന് പറയുന്നൊരു വേർഡ് കിട്ടും, ലവ് എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടും, മൈ എന്ന് പറയുന്ന വേർഡ് കിട്ടും, ആൻഡ് കൺട്രി എന്ന് പറയുന്ന വേർഡ് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോക്കണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇത് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ് കിട്ടുന്നത്. സോ ഒരു സെന്റൻസിനെ ഞാൻ എന്താക്കി മാറ്റി? ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് മാറ്റി. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രിംഗ് ടോക്കണൈസേഷൻ. അപ്പോൾ സ്ട്രിംഗ് ടോക്കണൈസേഷൻ ഏത് പാക്കേജിനകത്താണുള്ളത്? java.util-നകത്താണുള്ളത്. അപ്പോൾ java.util നിന്ന് നമ്മൾ സ്ട്രിംഗ് ടോക്കണൈസർ യൂസ് ചെയ്യുക. സ്ട്രിംഗ് ടോക്കണൈസർ യൂസ് ചെയ്ത് നമുക്കൊരു ലൈൻ ഓഫ് ടെക്സ്റ്റ്, ലൈൻ ഓഫ് നമ്പേഴ്സ് കാണും. ആ ഇൻറ്റിജർ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിസ്പ്ലേ ചെയ്ത് സം കണ്ടുപിടിക്കുക. ഓക്കെ, സം ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെയ്യാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ക്ലാസ് എടുക്കാം. ടെസ്റ്റ് ക്ലാസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string or guess. Then നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻപുട്ട് മേടിക്കണം. ഇൻപുട്ട് മേടിക്കാൻ വേണ്ടി നമ്മൾ സ്കാനർ ക്ലാസ് എടുക്കുകയാണ്. സ്കാനർ SC is equal to new scanner system.in. ഓക്കെ, അപ്പോൾ സ്കാനർ ക്ലാസ് എവിടെയാണുള്ളത്? ഇമ്പോർട്ട് java.util.scanner അതിനകത്താണ് സ്കാനർ ക്ലാസ് ഉള്ളത്. അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ദെൻ എനിക്ക് എത്ര നമ്പേഴ്സ് വേണമെന്നുള്ള കാര്യം പറയുക. സോ അതിനു വേണ്ടി ഞാൻ system.println എൻ്റർ ദി ലിമിറ്റ്. എത്ര നമ്പേഴ്സ് ഞാൻ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു int n is equal to sc.next int. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഒരു ഇൻറ്റിജർ വാല്യൂ കിട്ടും, എന്നിലേക്ക് സ്റ്റോർ ചെയ്യും. sc.nextint എന്ത് ചെയ്യുന്നില്ല, /n സപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലൈൻ. അപ്പോൾ ആ എൻ്റർ കീ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു /n കൂടെ കൊടുക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാംസിലെല്ലാം കണ്ടതാണ്. ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ദെൻ നമുക്ക് ലിമിറ്റ് കിട്ടി. എനിക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്തത് നമ്പേഴ്സ് വാങ്ങിക്കണം. സോ system.out.println എൻ്റർ ദി n numbers. എൻ്റർ ദി n എന്ന് പറയുമ്പോൾ എത്രയാണോ, ഞാൻ 5 ആണ് 5 എങ്കിൽ 5 പറയും, 10 ആണെങ്കിൽ 10 പറയും. n numbers എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്? കോമ സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്പേസ് സെപ്പറേറ്റഡ്. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം അടുത്ത നമ്പർ എഴുതാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക? ഒറ്റ ലൈനിൽ ഞാൻ ആ നമ്പേഴ്സ് എല്ലാം വാങ്ങിക്കുക. സോ അതിനെ ഞാൻ നമ്പർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിലേക്ക് വാങ്ങിക്കുകയാണ്. sc.nextLine. ഓക്കെ, അപ്പോൾ ഞാൻ 10, 20, 30 അപ്പോൾ അതെല്ലാം നമ്പേഴ്സ് എല്ലാം ഞാൻ ഒരൊറ്റ ലൈനിന് ഞാൻ എഴുതും.
ആ നമ്പേഴ്സ് എല്ലാം സ്പേസ് സെപ്പറേറ്റഡ് ആയിട്ടാണ് എഴുതുന്നത്. ഇനി ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ട്രിംഗ് ടോക്കണൈസർ എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യണമെന്ന്. അത് സ്ട്രിംഗ് ടോക്കണൈസർ എന്ന് പറയുന്ന ക്ലാസ് ഉള്ളത് ഏതിനകത്താണ്? അതും ഏതിനകത്താണുള്ളത്? ജാവ ഡോട്ട് ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് ടോക്കൺ സ്ട്രിംഗ് ടോക്കണൈസർ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? st ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് ടോക്കണൈസർ. അതിൻ്റെ അകത്ത് ഞാൻ 2 പാരാമീറ്റേഴ്സ് പറയണം. ഒന്ന്, എനിക്ക് ടോക്കണൈസ് എന്ന് പറയുന്നത് എന്താണ്? ടോക്കണൈസേഷൻ ഈസ് ദ പ്രോസസ് of splitting the given സെന്റൻസിനെ ടോക്കണൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സേ ഐ ലവ് മൈ കൺട്രി എന്ന് പറയുമ്പോൾ ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടോക്കണൈസിങ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലൈനിനകത്തുള്ള നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം ആ നമ്പർ ലിസ്റ്റ് പറയുക. ദെൻ എങ്ങനെയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? സ്പേസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അതും പറയുക. അപ്പോൾ ഇത്രയും കിട്ടുമ്പോൾ എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ടോക്കൺസ് കിട്ടി. അതിൽ നിന്ന് ഞാൻ ഓരോന്ന് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? st ഡോട്ട് ഹാസ് മോർ ടോക്കൺസ്, അതായത് അതിനകത്ത് ഇനിയും കൂടുതൽ ടോക്കൺസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്യാണ്. ഹാസ് മോർ ടോക്കൺസ് ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഞാനൊരു ലിസ്റ്റ് എടുക്കുകയാണ്. 10, 20, 30, 40, 50 എന്നാണ് കിടക്കുന്നതെങ്കിൽ ആദ്യം അത് ഇരിക്കുന്നത് എവിടെയായിരിക്കും? 10-ലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം 10-ലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 10 എന്ന് പറയുന്നത് 10ന്റെ അടുത്തത് വേറെ ടോക്കൺ ഉണ്ടോ? ഉണ്ട്, എങ്കിൽ അങ്ങോട്ട് പോകും. 50 കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ടോക്കൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ ഹാസ് മോർ ടോക്കൺസ് എന്ന് പറയുന്ന കാര്യം എടുക്കുന്നത്. ഇനി എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഒരു സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. സോ സം ഈസ് ഈക്വൽ ടു 0. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഏത് നമ്പർ ആണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് ടോക്കൺസിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? st ഡോട്ട് നെക്സ്റ്റ് ടോക്കൺ എന്താണെന്നുള്ള കാര്യം കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ സ്ട്രിംഗ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ സ്ട്രിങ്ങിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതിനെ ഇൻറ്റീജർ ആയിട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ്? ഇൻറ്റീജർ ഡോട്ട് പാഴ്സ് ഇൻറ്റ് ഓഫ് ആ ടോക്കൺ, നമ്മൾ റീഡ് ചെയ്ത ടോക്കൺ. അപ്പോൾ 10 ആണ് ആദ്യം റീഡ് ചെയ്യുമെങ്കിൽ 10 ഞാൻ എടുക്കും. 10നെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം സമ്മുമായിട്ട് ആഡ് ചെയ്യും. ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് സമ്മിനകത്ത് വാല്യൂ കിട്ടും. പ്രിന്റ് സം ഈസ് ഈക്വൽ ടു സം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പ്രോഗ്രാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യമാണ് പഠിച്ചത്. സ്ട്രിംഗ് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. എൻ്റെ ലിമിറ്റ് ചോദിക്കുന്നു. ഞാനൊരു 5 എന്ന് പറയുന്ന ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 5 നമ്പേഴ്സ് ഞാൻ കൊടുക്കുക. 10, 20, 30, 40, 50. അപ്പോൾ 5 നമ്പേഴ്സായി. 5 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 150. അതാണ് ഈ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച 2 കൺസെപ്റ്റ് ഉണ്ട്. ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ടോക്കണൈസേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ സ്ട്രിങ്ങിനെ റിട്രീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഓക്കെ.